റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ വിശ്വാസികളുടെ ഹൃദയത്തിൽ വസന്തമാണ്. അഹ്യാ റബീഉൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനം. അപ്പോഴാണ് ഒരു വിഭാഗത്തിന്റെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ചോദ്യം കേൾക്കുമ്പോഴേക്ക് സാധാരണക്കാരനായ വിശ്വാസി ചിലപ്പോ പതറാണ്. അടുത്ത പള്ളിയിലേക്ക് പോവാണ്. നബിദിനാഘോഷം നടത്തിയിട്ടുണ്ടോ? മോനെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അറിയേണ്ട രീതിയുണ്ട്. അടിസ്ഥാനപരമായി ഇസ്ലാം പ്രഖ്യാപിച്ചു, അറിയിച്ചു ഒരു കാര്യം, അതിന് കാലോചിതമായ വികാസങ്ങളുണ്ട്. നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താണ്. അതിന്റെ മുന്നോടിയായി സംഘങ്ങൾ ചേരുക, അച്ചാരം നടത്തുക, വളയിടിയിൽ നടത്തുക, വാക്കുറപ്പിക്കൽ നടത്തുക, ഓഡിറ്റോറിയം ഉറപ്പിക്കുക, കത്തടിക്കുക, വിപുലമായി കല്യാണം നടത്തുക, സദ്യ ഒരുക്കുക. ഈ ചടങ്ങുകളെല്ലാം കാലോചിതമായി ആ സുന്നത്തിന്റെ മേൽ വന്ന അനുബന്ധങ്ങളാണ്. ഇതെല്ലാവരും നടത്തുന്നു, ആർക്കും പരാതിയില്ല. ഇതുപോലൊരു കല്യാണം അല്ലാഹുവിന്റെ റസൂല് നടത്തിയോ? ചോദിക്കാൻ ഒരാളും ഇല്ല. കല്യാണത്തിൽ വരുന്ന അനാചാരങ്ങളെയല്ല ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും ഒത്തു നടത്തുന്ന കാര്യങ്ങളെയാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നടത്തിയോ എന്ന് ചോദ്യമില്ല. സിദ്ദീഖുൽ അക്ബർ നടത്തിയോ എന്ന് ചോദ്യമില്ല. സ്വഹാബത്ത് നടത്തിയോ എന്ന് ചോദ്യമില്ല. കാരണം അവർക്കും വേണം, നമുക്കും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന പള്ളിയിൽ ദർസ് നടത്തി. അള്ളാന്റെ ഹബീബ് ദീനീ വിജ്ഞാന പ്രചരണത്തിന് വേണ്ടി വെച്ച അടിസ്ഥാന രീതിയാണത്. അതിന് കാലോചിതമായി മാറ്റം വന്നു. അറബി കോളേജ് വന്നു, മദ്രസ വന്നു, സിലബസ് വന്നു, പരീക്ഷ വന്നു, ടേം വന്നു, സെമിസ്റ്റർ സിസ്റ്റം വന്നു, അതുപോലെ തന്നെ ആനുവൽ എക്സാമിനേഷൻ വന്നു. അതിന് വ്യത്യസ്തങ്ങളായ രീതികൾ വന്നു. ഇതുപോലെ ഒരു മദ്രസ റസൂലുള്ളാഹി നടത്തിയിട്ടുണ്ടോ? ചോദിക്കാൻ ആരുമില്ല. നമുക്കും വേണം, അവർക്കും വേണം. ഒരു സംഘടനയുടെയും വാർഷികം നബിതങ്ങൾ നടത്തിയിട്ടില്ല. ഒരു പ്രസ്ഥാനത്തിന്റെയും വാർഷികം നടത്തിയിട്ടില്ല. ഒരു സ്ഥാപനത്തിന്റെയും സമ്മേളനം നടത്തിയിട്ടില്ല. അതെല്ലാവരും നടത്തുന്നു, ചോദിക്കാൻ ആളില്ല. പക്ഷേ ജനങ്ങളുടെ ഈമാൻ തെറ്റിക്കാൻ ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗലിദാഘോഷം നടത്തിയോ? അടിസ്ഥാനപരമായി നിക്കാഹ് സുന്നത്താക്കിയതുപോലെ നബിതങ്ങളുടെ ജന്മദിനത്തിന് പുണ്യമുണ്ടെന്ന് ഹബീബ് പഠിപ്പിച്ചു. ഇമാം മുസ്ലിം ഉദ്ധരിച്ചു. അതാണ് അതിന്റെ അടിസ്ഥാനം. ഹബീബിന്റെ മദ്ഹ് ജല്ലൽ പുണ്യകർമ്മമാണെന്ന് ഹബീബ് പഠിപ്പിച്ചു. അതിന് കാലോചിതമായി മാറ്റം വന്നു. കല്യാണം കൊല്ലം ജില്ലയിൽ ഏതുപോലെയല്ല തലശ്ശേരിയിൽ, തലശ്ശേരിയിൽ ഏതുപോലെയല്ല തൃശ്ശൂരിൽ, തൃശ്ശൂരിൽ ഏതുപോലെയല്ല തമിഴ്നാട്ടിൽ, തമിഴ്നാട്ടിൽ ഏതുപോലെയല്ല ഉത്തരേന്ത്യയിൽ, ഇവിടത്തെ ഒന്നും പോലെയല്ല സൗദി അറേബ്യയിൽ. അങ്ങനെ ലോകത്തെ വ്യത്യസ്തങ്ങളായ നാടുകൾക്കും ഭാഷകൾക്കുമൊക്കെ അനുസരിച്ച് അടിസ്ഥാനപരമായ ഒരു നിക്കാഹിന് ആഘോഷങ്ങൾ വ്യത്യസ്തമായതുപോലെ അടിസ്ഥാനപരമായ നബിജന്മത്തിന്റെ ബഹുമാനത്തിന് കാലോചിതമായ മാറ്റം വന്നു എന്നല്ലാതെ അത് ഇസ്ലാം വിലക്കിയതല്ല. അത് പുണ്യകർമ്മമാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും കഴിക്കേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും മാറുന്നതാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഇസ്ലാമിക മുന്നേറ്റത്തിന് വേണ്ടി ഇറങ്ങിയപ്പോ അന്നത്തെ മുനാഫിക്കുകളുടെ ചോദ്യം, എന്തിനാ ഇങ്ങനെ പോണത് എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്. അവ മുനാഫിഖീങ്ങളുടെ പണി ഓരോ കാലത്തും അങ്ങനെ, നല്ലത് ചെയ്യാൻ പോകുമ്പോ ചോദ്യം ഉയർത്തിയിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ചോദിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ എന്ന്. റബീഉൽ ആഖിർ വരുമ്പോൾ ചോദിക്കും മൊഹീദ്ദീൻ ഷേഖ് മഹാനാണോ എന്ന്. ജുമാദുൽ ഊല വരുമ്പോൾ ചോദിക്കും റിഫായി ഷേഖ് മഹാനാണോ എന്ന്. അടുത്ത മാസം വരുമ്പോൾ ചോദിക്കും ബഹുമാനപ്പെട്ട ഖാജ മൊയ്നുദ്ദീൻ തങ്ങൾ മഹാനാണോ എന്ന്. അടുത്ത മാസം വരുമ്പോൾ ചോദിക്കും റജബ് 27 പുണ്യമുണ്ടോ എന്ന്. അടുത്ത മാസം ചോദിക്കും ബറാത്തിന് തെളിവുണ്ടോ എന്ന്. അടുത്ത മാസം ചോദിക്കും തറാവീഹിന് വല്ല തെളിവുണ്ടോ എന്ന്. അടുത്ത മാസം ചോദിക്കും ഈദ്ഗാഹ് വേണ്ടേന്ന്. അടുത്ത മാസം ചോദിക്കും ഹജ്ജിന് പോകുമ്പോൾ മദീനത്ത് പോണോ വേണ്ടേന്ന്. അങ്ങനെ ഓരോ മാസവും ഓരോ കാലയളവിലും വിശ്വാസികളെ അബദ്ധസഞ്ചാരത്തിലേക്ക് ക്ഷണിക്കാൻ അപസ്വരങ്ങൾ ഉയരുന്നതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലും ചിലർ ഉയർത്തുന്നുണ്ട്. അത് ഇന്നലകളിൽ കഴിഞ്ഞുപോയ മുനാഫിക്കുകളുടെ പിൻഗാമികളാണ്. അവർ ഇസ്ലാമിന്റെ ആത്മാവറിയാത്തവരാണ്. അതുകൊണ്ട് മോനെ, നമ്മുടെ തലസ്ഥാനം എവിടെയാണ്? മദീനേ മേ തൻഹാ നികൽ ജായേംഗേ ഓർ ഗലിയോം മേ ഖസ്ദാ ഭടക് ജായേംഗേ.
नामो उनका जहां भी लिया जाएगा, जिक्र उनका जहां भी किया जाएगा. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുണ സ്മരണകളുടെ അരിമ സ്വപ്നങ്ങളെ, കുസുമങ്ങളെ ലോകമാകമാനം ആത്മാവുകൾക്ക് ജീവൻ നൽകുന്നതാണ്. അതുകൊണ്ട് ഹബീബിലേക്ക് ലയിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് പുറപ്പെടാനുള്ള തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഭരണാധികാരിയാണ്. ഞാൻ ഈ വിഷയം പറയുമ്പോൾ എനിക്ക് വലിയൊരു പ്രതിസന്ധിയുണ്ട്. ഇതിന്റെ എല്ലാ ശാഖകളെയും ഇതിന്റെ ഉപശാഖകളെയും സ്വീകരിച്ചു പറയാനുള്ള നേരമില്ല. ഇത് ഹബീബിന്റെ ചരിത്രമാണ്. ഞാൻ അവലംബിക്കുന്ന ഏറ്റവും പ്രധാന അവലംബം സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന യൂസുഫ് സാലിഹ് ഷാമിയുടെ 17 വോള്യമുള്ള ഒരു ഗ്രന്ഥമാണ്. അതിന്റെ 4ാം വോള്യത്തിലേ ഇതുവരെയും നമ്മുടെ പരമ്പര എത്തിയിട്ടുള്ളൂ. ഹബീബിനെ എവിടെ അവതരിപ്പിച്ചു തീർക്കാനാണ്? ഒരു ഇമാമിന്റെ ഗ്രന്ഥത്തിലെ പരാമർശങ്ങളെ തന്നെ പറയാൻ നേരമില്ല. പിന്നെയല്ലേ നദറത്തുൻ നഈമിലേക്ക് പോകാൻ, പിന്നെയല്ലേ സീറത്തുൽ ഹലബിയിലേക്ക് വരാൻ, പിന്നെയല്ലേ ഇബ്നു ഹിശാമിലേക്ക് പോകാൻ, പിന്നെയല്ലേ സാദിഖ് ഉർജൂനിലേക്ക് വരാൻ, പിന്നെയല്ലേ മുഹമ്മദ് റിളയിലേക്ക് പോകാൻ, മുന്നെയല്ലേ മുഹമ്മദ് സ്വല്ലാബിയിലേക്ക് വരാൻ. അങ്ങനെ ഈ കഴിഞ്ഞുപോയ രചയിതാക്കളുടെ മുഴുവനും ഗ്രന്ഥങ്ങളെ ഒരധ്യായത്തിന്റെ വ്യത്യസ്ത ആഖ്യാനത്തിലേക്ക് പോയാലും അവിടുത്തെ ഉമ്മരപ്പടിയിൽ ഇരുന്നു കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന വിനയമടയാളപ്പെടുത്തുകയല്ലാതെ തീർക്കാൻ സാധ്യമല്ല. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള പ്രയാണത്തിനൊരുങ്ങുകയാണ്. ഒരു ഭരണാധികാരി ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. പകരം ഇവിടുത്തെ ഭരണകാര്യങ്ങൾ ആരാണ് നോക്കുന്നത്? നുമൈലത്ത് ബിൻ അബ്ദുല്ലാഹിൽ ലൈസി ഭരണകാര്യത്തിന് നേതൃത്വം കൊടുക്കട്ടെ. അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം മദീന പള്ളിയിൽ ഇമാമത്ത് നിൽക്കട്ടെ. നമുക്ക് മക്കയിലേക്ക് പോകാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുങ്ങുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഹബീബേ വാർത്ത നല്ലതാണ്, യാത്ര മനോഹരമാണ്, ഞങ്ങളും കൂടെ വരുന്നവരാണ്. പക്ഷേ ഒരപേക്ഷയുണ്ട് നബിയേ, നമ്മളും മുശ്രിക്കീങ്ങളും തമ്മിൽ ഒരു സന്ധിയിലല്ല, യുദ്ധത്തിന്റെ വഴിയിൽ നിന്ന് മാറിയിട്ടില്ല. ഇങ്ങനെ വെറും കൈയോടെ അങ്ങ് മക്കയിലേക്ക് ചെന്നാൽ അവരെങ്ങാനും ആയുധ പ്രയോഗത്തിന് നിന്നാൽ